ഓപ്പൺ വിൻഡോസ് ചെയ്യുമ്പോൾ അതായത് അലുമിനിയത്തിൽ ഓപ്പൺ വിൻഡോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ മോഡലിൽ ചെയ്യാമെന്നല്ലേ ഇന്ന് നിങ്ങളെ പരിചയപ്പെട്ടാകുന്ന ഒരു മോഡലാണ് ഈ എപ്പിസോഡ്. അതിനെ പറ്റിയാണ്. നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ. ഗ്ലാസ് വിൻഡോസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ വിൻഡോസിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കാണുന്ന ഫിക്സഡ് ഗ്ലാസുകൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 മീറ്റർ ലെങ്ത്തും ഒരു 1 മീറ്റർ ഹൈറ്റും വരുന്ന ഒരു ഫിക്സഡ് വിൻഡോ ആണ്. നമ്മൾ അതിന് 2 പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫിക്സഡ് ഗ്ലാസുകളായിട്ട് ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള റീസൺ, ഇതിൻ്റെ പ്രൊഫൈലും നമുക്ക് ഫിക്സഡ് വരുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ആദ്യം പറഞ്ഞു തന്നെ തുടങ്ങുന്നത്. സോ നമ്മൾ ഓപ്പൺ വിൻഡോസിലേക്ക് വരികയാണ്. ഓപ്പൺ വിൻഡോസ് എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഹിഞ്ച് ടൈപ്പാണ്. അതായത് ഈ രീതിയിലുള്ള ഹിഞ്ചസ്. ഇത് നമ്മൾ പലപ്പോഴും ഓപ്പൺ വിൻഡോകൾക്കും അതേപോലെ തന്നെ ഡോറുകൾക്കും നമ്മൾ ഈ ടൈപ്പുള്ള ഹിഞ്ചസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ലൈറ്റ് വെയിറ്റ് ഉള്ളതുണ്ട്, ഹെവി വെയിറ്റ് ഉള്ളതുണ്ട്, സൈസിൽ പല ഓവൽ ഷേപ്പുകൾ വരുന്നതുണ്ട്. ഇത് നമുക്ക് ഒരുപാട് കളറിലൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, ഗ്രേഷ്, പിന്നെ വുഡൺ ഫിനിഷ്. അപ്പോൾ ഈ ഗ്രേഷും വുഡൺ ഫിനിഷൊക്കെ നമുക്ക് വളരെ റയറായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിച്ചെടുക്കുന്നതാണ്. കൂടുതലും എപ്പോഴും ഈ ഒരു ഹിഞ്ചസ് എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റിലൊക്കെയാണ് നമുക്ക് കൂടുതലും അവൈലബിൾ ആവുന്നത്. പിന്നെ നമുക്കിത് നോക്കുകയാണെങ്കിൽ ഇതിന് അൾജീരിയൻ ഓപ്പൺ വിൻഡോ എന്നൊക്കെ പറയുന്നവരും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് 40 സീരീസ് ആണ്. 40 സീരീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പൺ വിൻഡോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ജോയിൻറ്റ് ഫിനിഷ് ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കട്ടിങ്ങിൻ്റെ എല്ലാം ആക്യുറേറ്റ് ആയിട്ടുള്ള കട്ടിങ്ങും ആ ഒരു ജോയിൻറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, പലപ്പോഴും ഓപ്പൺ വിൻഡോസും സ്ലൈഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ തുറന്നടയ്ക്കുമ്പോൾ സൗണ്ട് കേൾക്കും. ഇതുണ്ടോ, അലുമിനിയത്തിൻ്റെ സൗണ്ട് അല്ലേ നിങ്ങൾ കേൾക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ അലുമിനിയത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത്? തീർച്ചയായിട്ടും അലുമിനിയത്തിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഗ്യാസ്കറ്റ്സുകൾ, റബ്ബർ ബീഡിങ്ങുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നമ്മൾക്ക് ഈ സൗണ്ടുകൾ കേൾക്കില്ല എന്നുള്ളതാണ്. അതിനായിട്ടാണ് നമ്മൾ EPDMൻ്റെ ഗ്യാസ്കറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഗ്രൂവിലേക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചെറിയൊരു ഗ്രൂ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂവിലേക്ക് നമ്മളത് കയറ്റിയിടുന്നു. സി, ആ ഒരു സൗണ്ട് പോയി. ഈ രീതിയിലാണ് നമുക്ക് അലുമിനിയം വിൻഡോസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാസ്കറ്റുകൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും, ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഗ്രൂ വരുന്നുണ്ട്, ഇവിടെ ഗ്രൂ വരുന്നുണ്ട്, ഇവിടെ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് 2 സൈഡിലും ഗ്യാസ്കറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂ വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമ്മൾക്ക് ഗ്യാസ്കറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. അത് ഗ്യാസ്കറ്റുകൾ യൂസ് ചെയ്താൽ മാത്രം പോരാ, ക്വാളിറ്റിയുള്ള ഗ്യാസ്കറ്റുകൾ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് പണ്ടത്തെ അലുമിനിയം വിൻഡോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഈ റബ്ബർ ഇങ്ങനെ ക്രാക്കായി പൊട്ടിയിരിക്കുന്നത്. അത് ക്വാളിറ്റി ഇല്ലാത്ത ഗ്യാസ്കറ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. കാരണം വെയിൽ, മഴ ഇതൊക്കെ കൊള്ളുമ്പോൾ ഇത് വീണ്ടും കയറിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, പൊടിഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള, ഇപ്പോൾ ഇത് EPDM ആണ് വരുന്നത്. EPDM ഗ്യാസ്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു 15+18 ഇയേഴ്സോളൊക്കെ നമുക്ക് വാറണ്ടിയുള്ള റബ്ബർ ബീഡിങ്സ് ആണ് നമുക്ക് വരുന്നത്. സോ അങ്ങനെയുള്ള ഗ്യാസ്കറ്റ്സുകൾ മാക്സിമം യൂസ് ചെയ്യുക. സോ നമുക്കതിന് ലോങ് ലാസ്റ്റിംഗ് കിട്ടും. അതുപോലെ തന്നെ ഒരു അലുമിനിയം വിൻഡോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്യാസ്കറ്റ്സ് വന്നിട്ടുണ്ടോ, ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള ഏരിയകളെല്ലാം, അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഈ ഒരു പോർഷനിൽ ഗ്യാസ്കറ്റ്സുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പൺ ചെയ്യുന്ന ടൈപ്പിലാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം ഹിഞ്ചസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഹിഞ്ചസ് നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് ഇവിടെ നമ്മളിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിൻഡോസിൻ്റെ സൈസിനും വിഡ്ത്തിനും അതിൻ്റെ വെയിറ്റിനും അനുസരിച്ചാണ് ഏത് ഹിഞ്ചസ് വേണം, ഏത് വെയിറ്റിലുള്ള ഹിഞ്ചസ് വേണം എന്നല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കിങ് ലോങ്ങിൻ്റെ തന്നെയാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ബ്രാൻഡ് മാത്രം യൂസ് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല സർവീസ് വാറണ്ടിയും അതുപോലെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എല്ലാം നമുക്ക് കിങ് ലോങ് എന്ന ഹാർഡ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഹിഞ്ചസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഹിഞ്ചസിന് പകരം നമുക്കിവിടെ ഐമാക്സ് ഹിഞ്ചസ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഹിഞ്ചസ് എന്ന് പറയും. ഫ്രിക്ഷൻ ഹിഞ്ചസ് പോലെയുള്ള ഹിഞ്ചസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന സമയത്ത് ഇത് നമുക്കൊരു കാറ്റ് വന്ന സ്ട്രോങ് ആയിട്ട് വന്ന് അടയും. കാരണം ഇതിനെന്താണ്, ഒരു ഫ്രിക്ഷൻ സ്റ്റേയോ കാര്യങ്ങളോ വന്നിട്ടില്ല. നമുക്കിവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഫ്രിക്ഷൻ സ്റ്റേ കൊടുക്കേണ്ടി വരും ഈ ഒരു മോഡലിൽ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ ഹിഞ്ചസ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ബോട്ടത്തിൽ ഒരു SS-ൻ്റെ വളരെ ഒരു എന്താ പറയുക, കുറച്ച് ആംഗിൾ ടൈപ്പിലായിട്ടുള്ള ഫ്രിക്ഷൻ സ്റ്റേകളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോസിൻ്റെ സൈസിനും അതിൻ്റെ വെയിറ്റിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസിനും അനുസരിച്ചാണ് ഏത് യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഫൈനലി തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ സ്ലൈഡിംഗ് വിൻഡോസിലും നമ്മൾ അലുമിനിയം വിൻഡോസിലൊക്കെ എടുക്കുന്ന സമയത്ത് ഗേജ് കൂടിയ മെറ്റീരിയൽ എടുക്കണമെന്ന്. അല്ലെങ്കിൽ നമ്മൾ എത്ര കൂടിയ ഹാർഡ്വെയർസ് ഉപയോഗിച്ചാലും എത്ര നല്ല ഗ്യാസ്കറ്റ്സ് ഉപയോഗിച്ചാലും പ്രൊഫൈലിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ
ഇതിനൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതിന് പറയുന്നതാണ് ബേസ്മെന്റ് റെഡി ആയാലാണല്ലോ ബിൽഡിംഗ് നന്നാവുള്ളൂ. അതുപോലെ തന്നെയാണ് വിൻഡോസിന്റെ പ്രൊഫൈൽ നന്നായാലാണ് ഈ ഹാർഡ്വെയറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കിട്ടുള്ളൂ, ഗ്യാസ്കറ്റ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കിട്ടുള്ളൂ. സോ നമുക്കിവിടെ ഇതിന്റെ ഗേജ് വരുന്നത് 1.4 ആണ്. ആ രീതിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് ഗേജ് വരുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻഡോസിന്റെ സൈസിനും അതിന്റെ ഹൈറ്റിനും വിഡ്ത്തിനും അനുസരിച്ചാണ് നമ്മളത് ഏത് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത്. ഓപ്പൺ വിൻഡോസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ, പല ഡിസൈനിൽ, പല ഹിഞ്ചസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്, ഈ ഒരു ഹിഞ്ച് ടൈപ്പ്. അടുത്ത വീഡിയോയിൽ പുതിയ മോഡലുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.